ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, പെന്തക്കോസ്ത ഒരു പുതിയ ദിനത്തിൻ്റെ, പുതിയ കൂട്ടായ്മയുടെ, പുതിയ തുടക്കത്തിൻ്റെ ഏറ്റവും അനുഗ്രഹപൂരിതമായ ഓർമ്മപ്പെടുത്തലാണ്. ഇനിയും പ്രതീക്ഷകളുണ്ട്, പ്രകാശമുണ്ട് എന്ന് നമ്മെ അത് ഓർമ്മപ്പെടുത്തുന്നു. അടഞ്ഞുപോയ വാതിലുകളൊക്കെ ഇനി തുറവിക്ക് കാരണമാകുന്നുണ്ട്. നഷ്ടപ്പെട്ടുപോയ സംഭാഷണ ഭാഷകളും മനസ്സിലാക്കാതെ പോയ കാര്യങ്ങളുമൊക്കെ ഇനി നന്നായി മനസ്സിലാക്കുന്ന കൃപകളുണ്ടാവുന്നുണ്ട്. ഭാഷകളൊക്കെ ഭിന്നിപ്പിക്കപ്പെട്ടു പോയെങ്കിലും ഒന്നിപ്പിക്കുന്ന അത്ഭുതങ്ങൾ പെന്തക്കോസ്തയിൽ സംജാതമാകുന്നുണ്ട്. ധൈര്യമില്ലാതെ പോകുന്ന അപ്പോസ്തലന്മാർ ധൈര്യമുള്ളവരായി പുറത്തേക്ക് വരുന്നുണ്ട്. ഭയപ്പെട്ടു പോയിരുന്നവരൊക്കെ ധൈര്യമുള്ളവരെ പോലെ പ്രഘോഷിക്കുന്നുണ്ട്. ഇനി തണുത്തു മരവിച്ചതും ഉറഞ്ഞു പോയതുമൊക്കെ ഉൾക്കൊള്ളുന്ന ഉറവിടങ്ങളായി രൂപപ്പെടുകയാണ്. അനുഗ്രഹ സ്രോതസ്സുകളായി മാറപ്പെടുകയാണ്. സമാധാനം ആശംസിച്ച് പരിശുദ്ധാത്മാവിനെ അവരിലേക്ക് നിവേശിപ്പിച്ച് പുതിയൊരു ദൗത്യത്തിലേക്ക് വാർത്തെടുക്കുകയാണ്. പെന്തക്കോസ്ത ഒരു പുതിയ തുടക്കത്തിൻ്റെ പേരാണ്, പുതിയൊരു അനുഗ്രഹത്തിൻ്റെ പേരാണ്, പുതിയൊരു ആരംഭത്തിൻ്റെ പേരാണ്. ഇനി ധൈര്യമായി നമുക്ക് മുന്നോട്ട് പോകാം. അനുഭവിച്ചതും ആർജിച്ചെടുത്തതുമൊക്കെ കൃപകളായി മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ സാധ്യമാവട്ടെ. മാപ്പ് കൊടുക്കുവാനും മാപ്പ് വാങ്ങുവാനും സാധിക്കുന്ന അത്ഭുതങ്ങളുണ്ടാവട്ടെ. ഇനി ആരും അപരനല്ല, സഹോദരനാണെന്നുള്ള ചിന്തയിലും ധ്യാനത്തിലും ജീവിക്കുവാൻ സാധ്യമാവട്ടെ. അഗ്നിനാളമായി അപ്പോസ്തലന്മാരുടെ ശിരസിലേക്ക് വന്നു ചേരുന്ന പരിശുദ്ധാത്മാവ് നന്നായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇനി നിൻ്റെ ഭാഷകൾക്ക് ശുദ്ധി ഉണ്ടാവട്ടെ, ചിന്തകൾക്ക് വിശുദ്ധി ഉണ്ടാവട്ടെ. കറയില്ലാത്തൊരു ജീവിതത്തിൻ്റെ ഉടമകളായി രൂപപ്പെടണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്ന ഏതൊരു വ്യക്തിയും പുതിയൊരു ചൈതന്യം സ്വീകരിച്ച് ജീവിക്കുന്നവനാണ്. അവൻ്റെ വഴികളിൽ ഇനി കൃതജ്ഞതയുണ്ട്, കൃപയുണ്ട്, കൃത്യനിർവഹണങ്ങളുണ്ട്. തനിച്ചല്ല എന്ന് ഓർമ്മപ്പെടുത്തലുണ്ട്. കൂടെ ഒരു വലിയ ശക്തിയുണ്ട്. നാം ഇങ്ങനെ ജീവിതത്തിൽ മരവിച്ച് നിൽക്കുമ്പോഴും മടിച്ചു നിൽക്കുമ്പോഴും ഭയപ്പെട്ട് നിൽക്കുമ്പോഴുമൊക്കെ ഒരദൃശ്യ ശക്തി പോലെ എന്തോ നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിക്കുന്നുണ്ട്, പ്രേരിപ്പിക്കുന്നുണ്ട്. മുന്നോട്ട് പോകുവാനുള്ളൊരു ശക്തിയും ആർജവവും നൽകുന്നുണ്ട്. അതിന് അനുഗ്രഹ സ്രോതസ്സായ പരിശുദ്ധാത്മാവല്ലാതെ മറ്റെന്താണ് നാം വിശേഷിപ്പിക്കുക? ഇനി അപ്പോസ്തലന്മാരെ പോലെ നമുക്കും പുറത്തേക്കിറങ്ങാം. ആർക്കും മനസ്സിലാകാതെ പോയിരുന്ന ഭാഷകൾക്കൊക്കെ ഒരു ശുദ്ധി വന്നിട്ടുണ്ട്. കൃത്യമായത് മനസ്സിലാകുന്നുണ്ട്. പലപ്പോഴും ആത്മീയ അരുവികൾ നഷ്ടപ്പെടുന്നിടങ്ങളിലാണ് സംഭാഷണ ഭാഷകൾ പോലും മനസ്സിലാക്കാതെ പോകുന്നു. അവരെന്നെ കൃത്യമായി ഉൾക്കൊള്ളാൻ പറ്റാതെ പോകുന്നു, തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നു. നമ്മളിലേക്ക് തന്നെ ഉൾവലിയുന്നു. വാതിലുകളൊക്കെ അടയ്ക്കപ്പെട്ടു പോകുന്നുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മൾ നിറയുന്ന പക്ഷം അടഞ്ഞ വാതിലുകൾ തുറവിയുള്ളതായി മാറുന്നു. അത് അവരിലേക്ക് മാപ്പ് കൊടുക്കുവാൻ, സ്നേഹിക്കുവാൻ, ചേർത്ത് പിടിക്കുവാൻ പാകത്തിൽ ധൈര്യമുള്ളതായി തീരുന്നുണ്ട്. ഇനി നമ്മളാരും ആർക്കും അന്യരാവുന്നില്ല. എല്ലാവർക്കും വേണ്ടപ്പെട്ടവരാകുന്നു. നമ്മുടെ ഭാഷകൾ അത് നിശബ്ദതയാണെങ്കിലും വാചകമാണെങ്കിലും കൃത്യമായി പൊരുൾ മനസ്സിലാക്കുവാൻ പാകത്തിൽ ഹൃദയത്തിൽ തുറവിയുണ്ടാകുന്നു. ധൈര്യമുള്ളവരെ പോലെ ഇനി പുറത്തേക്ക് പോയി പ്രഘോഷിക്കുവാൻ അവർക്ക് കൃപകൾ കിട്ടുന്നുണ്ട്. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ. ജീവിത വഴികളിൽ ഞങ്ങൾക്കൊരു വെളിച്ചമായി, അനുഗ്രഹമായി, താങ്ങായി, തലോടലായി കൂടെ ഉണ്ടാകണമേ. ഞങ്ങളുടെ സംഭാഷണ ഭാഷകളൊക്കെ അനുഗ്രഹമാവട്ടെ. ഞങ്ങളുടെ സാന്നിധ്യമൊക്കെ സന്തോഷങ്ങൾക്ക് കാരണമാവട്ടെ. സൗഹൃദങ്ങളും കൂട്ടായ്മകളുമൊക്കെ അനുഗ്രഹത്തിൻ്റെ ഉറവിടങ്ങളാവട്ടെ. ധൈര്യത്തോടുകൂടി ഞങ്ങൾക്കങ്ങ് ചൊരിയുന്ന കൃപകളെ പ്രഘോഷിക്കുവാൻ, ഏറ്റവും വിശുദ്ധി നിറഞ്ഞ ജീവിത വിശുദ്ധിയിലൂടെ അങ്ങേ മഹത്വപ്പെടുത്തുവാൻ സാധിക്കട്ടെ. പരിശുദ്ധാത്മാവെ, ഞങ്ങളിൽ നിറയണമെന്ന പ്രാർത്ഥനയിൽ ഈ പുണ്യദിനത്തിൻ്റെ നന്മകളും പ്രാർത്ഥനകളും. ആമീൻ.